ദൈവം കൂടെ നടന്ന് നമുക്ക് അനുവദിച്ചു തരുന്നത്. അതുകൊണ്ട് ഉടമ്പടി ജീവിതം വിശ്വസ്തതയുടെ ജീവിതമാണ്. മറ്റൊന്ന്, ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ അത് എങ്ങനെ നാം ഉപയോഗിക്കുന്നു, പ്രയോഗിക്കുന്നു, അതിന് വലിയ മതിപ്പുണ്ട്, അതിന് വലിയ മൂല്യമുണ്ട്. മകൾ പറയുന്നുണ്ട്, ആദ്യത്തെ സ്ഥലം കാണുമ്പോൾ സ്ഥലത്തിന് ഉപ്പ് വിതറി പ്രാർത്ഥിക്കുന്നത്. പിന്നെ ആ സ്ഥലത്തിന് അരികിലുള്ള 2 ചെറിയ പുരയിടങ്ങൾ അത് എന്തെങ്കിലും കാലത്ത് അവർ വിറ്റുപോകുമ്പോൾ അത് നമുക്ക് തന്നെ ലഭിക്കുന്നതിന് വേണ്ടി മാതാവിൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിച്ച് ഉപ്പ് വിതറി പ്രാർത്ഥിക്കുന്നത്. ഭവനം വയ്ക്കുവാനാകുമോ എന്നറിയാതെ ഏറെ ക്ലേശിച്ച നാളുകളിൽ അവിടെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുന്നത്. ഓരോന്നിനും പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി ആ ഒരു മരണം നടന്ന സമയത്ത് ആ മുറിയുടെ താഴെ നാളെ പോലീസുകാരിത് എങ്ങനെയാണോ എഴുതുക, ഏത് തരത്തിലാണോ തന്നെ ബാധിക്കുക എന്നറിയാതെ ആ വിഷമത്തിലൂടെ ഇരിക്കുന്ന രാത്രിയിലും അടുത്ത ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ അവിടെയും ആ വാതിലിനരികിൽ ഉപ്പ് വിതറി മാതാവിൻ്റെ സംരക്ഷണ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ഓരോ തവണയും ആവർത്തിച്ച് നമ്മളോട് പങ്കുവയ്ക്കുക. ആ ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്ന ഉപ്പ് അത് ദൈവിക സംരക്ഷണത്തിൻ്റെ എത്ര വലിയ ശക്തിയുള്ള ഒരു അടയാളമായി മാറുന്നു. മാതാവ് ഓരോന്നും ആഗ്രഹിക്കുന്നത് പോലെ ക്രമീകരിക്കുവാൻ നമുക്കത് വഴിയൊരുക്കി തരുന്നുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വീണ്ടും മറ്റൊന്നുകൂടി ആ സാക്ഷ്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു ചോദ്യം നന്നായി പഠിച്ച് അത് തന്നെ വരണമെന്ന് ആഗ്രഹിച്ചാണ് പരീക്ഷയ്ക്ക് കയറുന്നത്. അത് വന്നാൽ നന്നായി പറയുവാൻ പറ്റുമെന്ന് കരുതി പരീക്ഷയ്ക്ക് പോകുന്നു. അത് തന്നെ ചോദിക്കുന്നു. ഒരു വാക്ക് പോലും പറയുവാനാവാതെ എല്ലാം ബ്ലാങ്കായി അവിടുന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുന്നു. എന്നാൽ വീണ്ടും അവസാനത്തെ ചാൻസ്, ഇനി മറ്റൊരു വഴിയില്ല, വീണ്ടും നഴ്സിംഗ് പഠിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതിൽ ചെല്ലുമ്പോൾ അത്ര കണ്ട് പഠിക്കാതിരുന്ന ഒരു വിഷയമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതും 5 പേരിരുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതും. മകൾ പറയുന്നുണ്ട്, ഞാനത് അത്ര കണ്ട് പഠിച്ചു പോയതൊന്നുമല്ല, ശരിക്കും എപ്പോഴോ വായിച്ചത് മാത്രമാണ്. എങ്കിലും ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. അത് ഞാൻ വിജയിക്കുകയും എൻ്റെ അവിടെ ജോലി സുരക്ഷിതമാവുകയും ചെയ്തു. മകൾ ആവർത്തിച്ച് അതിലൂടെ പറയുക, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ കഴിവിലല്ല, മറിച്ച് ദൈവകൃപയിൽ എനിക്കത് അനുവദിച്ചു തന്നു. ഓരോ വാചകത്തിലും അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തോട് പുലർത്തുന്ന വിശ്വസ്തത ദൈവാനുഗ്രഹമായി കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നിരന്തരം വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നന്നായി ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിതത്തെ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ അമ്മ കൈയും പിടിച്ച് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കും. ഇനി അച്ഛനെ കണ്ട നിമിഷത്തെയും ഓർക്കുന്നുണ്ട്. അച്ഛനെ ഇവിടെ വന്ന് കാണുവാനായിട്ടുള്ളൊരു